ഇബ്ലീസ് എങ്ങനെ ഒരാളെ പറ്റിക്കൽ എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ശത്രുവിനെ കുറിച്ച് പഠിക്കൽ കളിയുടെ പ്രധാന തന്ത്രമാണ്. രണ്ട് ടീം മത്സരം ആരംഭിച്ചാൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ ഏറ്റവും പ്രധാന കളിക്കാരനെ ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പുറത്ത് കുറേ ആൾക്കാരുണ്ടാവും. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇബ്ലീസാണ്. ഈ ഇബ്ലീസിൻ്റെ ചതിപ്രയോഗത്തെ ഏറ്റവും കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇബ്ലീസിന് അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് ഉണ്ടാവുക ഒരാളെ എങ്ങനെയെങ്കിലും മുർത്തദ്ദാക്കുക, അവിശ്വാസത്തിലേക്ക് എത്തിക്കുക. എന്നാൽ കാലാകാലം എൻ്റെ കൂടെ മൂപ്പര് നരകത്തിൽ ക്ലാസ്മേറ്റ്സ് ആയിട്ടുണ്ടാവും എന്ന് ഇബ്ലീസിന് അറിയാം. താൽക്കാലികമായിട്ട് നരകത്തിൽ എത്തിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇബ്ലീസ് ചിന്തിക്കുക. ഇബ്ലീസിനെ ട്രിക്കും തന്ത്രവും നമ്മളാരും പഠിപ്പിക്കേണ്ട. മൂപ്പര ചതിപ്രയോഗം മൂപ്പരുടെ ചതിയെ കുറിച്ച് മാത്രം ഹാഫിദ് ഇബ്നു അബി ദുന്യക്ക് ഒരു കിതാബിനുണ്ട്. മഖാഇദു ശൈത്താൻ എന്നാണ് കിതാബിന്റെ പേര്. ഇബ്ലീസ് എന്ന പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് സ്ഥിരം ചെല്ലുന്ന ഒരാൾ, അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ മരം കടപുഴുകി വീഴാറായി. ഇബ്ലീസ് ഓടി വന്നിട്ട് ഈ മരം പിടിച്ചു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, എഴുന്നേൽക്കട, ഉത്തരവാദിത്വ ബോധമില്ലേ, മരിക്കോടോ. അപ്പം ഇയാൾ ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ ഇബ്ലീസ്. ലഅനത്തുല്ലാഹി അലൈഹി ഒന്നുകൂടിയും ചൊല്ലി. ഒരു കൺസെഷനും ഇല്ല. അപ്പം ഇബ്ലീസിനോട് ഇയാൾ ഒരു സംശയം ചോദിച്ചു. എന്താ സംശയം? നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എപ്പോഴും ശാപപ്രാർത്ഥന നടത്തുന്ന ആളല്ലേ ഞാൻ മരിക്കണം എന്നല്ലേ നിങ്ങൾ ശരിക്കും വിചാരിക്കേണ്ടത്? നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത്? എൻ്റെ അലാഖിൻ്റെ ഒരു സംശയം, ഈ മരം വീണിട്ട് മരിച്ച എനിക്ക് ഷഹീദിൻ്റെ കൂലിയാ, അതങ്ങൾക്ക് സൈക്കോല മോനെ, നീ സാധാ പോലെ മരിച്ചാൽ മതി. ഇതാ ഇബ്ലീസ്. എങ്ങനെയൊക്കെ നമ്മുടെ കൂലി കളയാൻ പറ്റോ അത് കളയും. ഇൽമിൻ്റെ അഹ്ലുകാരെ പറ്റിക്കാൻ ഇബ്ലീസ് ഉണ്ട്, കാറ്റഗറി പ്രത്യേക വിഭാഗമുണ്ട്. ഇബ്ലീസ് 12 വിഭാഗമുണ്ട് എന്നാ. വ്യത്യസ്ത വിശദീകരണങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. മുത്തഅല്ലിമീങ്ങളെ പറ്റിക്കാനുണ്ട്, സാധാരണക്കാരെ പറ്റിക്കുന്ന ഇബ്ലീസ് ഉണ്ട്, വുളു എടുക്കുന്നവരെ പറ്റിക്കുന്ന ഇബ്ലീസ് ഉണ്ട്. വുളു എടുക്കുന്ന സമയത്താണല്ലോ വലഹാൻ എന്ന ഇബ്ലീസ് വരിക. വലഹാൻ ചില ഹൗലിൽ നിന്നൊക്കെ വുളു എടുക്കുമ്പോൾ കാണുന്നില്ല, അടീന്ന് വെള്ളം എടുക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്തിനാ ഈ അടീന്ന് വെള്ളം എടുക്കണത്? ഓൻ്റെ സമയം ഇങ്ങോട്ട് കളയണം, വസ്വാസിൽ ഇങ്ങനെ കെട്ടി മറിയണം. ഈ വസ്വാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമൊന്നും അല്ലല്ലോ. അൽ വസ്വസത്തു മിന ശൈത്വാൻ, അത് പിശാചില്ല എന്നുള്ളതാണ് സാധനം. ഞാനിപ്പോൾ ഇവിടെ ഒരു സാഹിത്യോത്സവത്തിൻ്റെ പിരിവിന് വന്നിട്ട് 1000 രൂപ കിട്ടുമെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലല്ലേ ഞാൻ എന്നെ മനസ്സിലായിട്ടില്ലല്ലേ? അള്ളാഹ്ക്കാന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുന്നതാണ്. എന്തിന്? 2 കാര്യമുണ്ട് അവിടെ. ഗസാലി ഇമാം റഹിമഹുല്ലാ ഇബ്ലീസിന്റെ ചതിപ്രയോഗങ്ങളെ മാത്രം പ്രതിപാദിച്ചിട്ട് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. വായിക്കണം നമ്മളത്. 2 കാര്യമാണ് ഈ വസ്വാസുള്ളവർക്ക് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ. ഒന്ന്, ഫളീലത്തു തക്ബീറത്തുൽ ഇഹ്റാം ജമാഅത്ത്, ഇമാമിൻ്റെ ഒത്തുകൾക്ക്, അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നഷ്ടപ്പെടും. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇമാം റുക്കൂയിൽ പോയാൽ മൂപ്പർക്ക് കിട്ടും എന്നുള്ള ഒറ്റ കിട്ടലാണ്. ഇതെവിടുന്നാ കിട്ടേണ്ട റബ്ബേ? 2ാമത്തെ പ്രശ്നം സൂഉൽ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും അവർക്ക്. ഞാനൊക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം തൊൽമോനി ഞാനത്ത് അടക്കം നോക്കിയോണ്ട് നീയത്ത് ശരിക്കും വെക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെ നിസ്കാരത്തിൻ്റെ കഥ. ഇതാണ് വലിയ പ്രശ്നം. സൂഉൽ ബിൽ മുഅ്മിനീൻ, അത് ഈമാൻ വരെ തെറ്റാനുള്ള കാരണം. മുഅ്മിനീങ്ങളെ കുറിച്ച് മോശം ധാരണ ഉണ്ടാവുക. അപ്പം നമ്മൾ ശത്രുവിനെ കുറിച്ച് ശരിക്കും പഠിക്കണം. ശത്രു വ്യത്യസ്ത കോലത്തിലാണ് വരിക. ഇപ്പൊ നിസ്കാരത്തിൽ വസ്വാസാക്കുന്ന ഒരു പിശാചിന്റെ പേരാണ് ഖിൻസബ്. ഒരിക്കൽ നൂറുൽ ഉലമ എം.എ. ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട്, ഉസ്താദെ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ എന്താ വേണ്ടത്? ആദ്യം ഉസ്താദ് ഒന്നൊരു ചെറിയ ചിരി ചിരിച്ചു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞതാ, നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹുമ്മ അഊദു ബിക മിൻ ഖിൻസബ് എന്ന് ചൊല്ലിയിട്ട് ഇടത് ഭാഗത്ത് തുപ്പുനീരില്ലാതെ തുപ്പുക. എന്നാൽ നിസ്കാരത്തിൽ ഖിൻസബിൻ്റെ ശല്യം ഒഴിവാകുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അന്ന് ഈ ഖിൻസബ് എന്ന് പറയുന്ന ചങ്ങായിയാണ്. പിന്നെയാണ് കിതാബിലൊക്കെ കാണുന്നത്. അള്ളാഹു ഉസ്താദിൻ്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ.
നിസ്കാരത്തിൽ കുറേ ചിന്തകൾ തരും. ചിലയൊക്കെ എന്തെങ്കിലും കാണാതായ സാധനം കിട്ടണമെങ്കിൽ നിസ്കാരത്തിൽ കൈയ്യട്ടിയാൽ മതി, സാധനം വരും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ഒരു സാധനം കാണാത്ത വിഷയം പറഞ്ഞപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കൂ, ആ ബർക്കത്തുകൊണ്ട് അള്ളാഹു തന്നാലോ എന്നുള്ളിടത്തോളം ഇവർ കൈയ്യട്ടിയ ഉടനെ ഇബ്ലീസ് ഓർമ്മിപ്പിച്ചു കൊടുത്തു. കൈകൾക്കിട്ട് ഇവർ അബൂ ഹനീഫ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കിട്ടീൻ, കൈ കെട്ടിയിട്ടേ ഉള്ളൂ, കിട്ടീൻ. അത് ഇബ്ലീസിൻ്റെ ഒരു ചതിയാണ്.